ലൈവിൽ നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നെവിൻ ഓടി കൺഫെഷൻ റൂമിലേക്ക് കയറുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നെവിൻ ലിവിങ് ഏരിയയുടെ അവിടെ നിന്നിട്ട് ടാസ്ക് എല്ലാവർക്കുമായിട്ട് വായിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ ഒരു സമയത്തും തൊട്ടപ്പുറത്തെ നമ്മുടെ മേക്കപ്പ് റൂമിൽ ഒരാൾ സ്തംഭിച്ച് നിൽക്കുകയാണ്, ഷമ്മി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അനീഷ് തന്നെയാണ്. ആദിലേനെ വെസൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോയ അനീഷാണ്. ഒരു മണിക്കൂറായിട്ട് പുള്ളി ഒരേ നിൽപ്പ് തന്നെയാണ്. ആദില എന്ത് ചെയ്തു കഴിഞ്ഞാൽ വെസൽ ക്ലീൻ ചെയ്യാൻ അനീഷ് വിളിക്കുന്നത് വഴി വന്നില്ല. അനീഷ് അവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആദില പാത്രം കഴുകാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അനീഷ് അവിടുന്ന് മാറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആദിലിനെ കൊണ്ട് പാത്രം കഴുകിച്ചിട്ടേ വേറെ പണി ചെയ്യുള്ളൂ എന്ന് ഉറച്ച തീരുമാനം എടുത്തതുപോലെയാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. അവസാനം അവിടെ കൂടി നിന്നവരും എല്ലാവരും കൂടെ തന്നെ അനീഷിനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൊട്ടുകുത്തി കൊടുക്കുന്നു, മാലയിട്ട് കൊടുക്കുന്നു. എന്തായാലും ഈ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടും അങ്ങോട്ട് വന്നില്ല. പക്ഷേ ഒടുവിൽ ഏറ്റവും അവസാന ടാസ്ക് വായിക്കുന്ന സമയത്ത് അവിടെ നിർബന്ധിതനായിട്ട് അവിടെ വന്ന് ഇരിക്കേണ്ടി വന്നു അനീഷിന്. അങ്ങനെ അവസാനം അനീഷ് വന്നിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ലൈവിലൊരു ടാസ്ക് നടക്കുകയാണ്. നൂറ ചെരുപ്പ് ഫാക്ടറിയിലെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടാസ്ക് വന്നിരിക്കുന്നത്. അവർക്ക് അരമണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ടാസ്ക് ആരംഭിക്കുന്നതായിരിക്കും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.